السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. ബഹുന്നരായ സയ്യിദവറുകൾ ഇനി മറ്റൊരു പരിപാടിയിലേക്ക് പോകാനുണ്ട്, അതിനുവേണ്ടി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് സമാപന ദുആക്ക് ബഹുമാനപ്പെട്ട ജസീൽ തങ്ങൾ നമുക്ക് ദുആക്ക് വേണ്ടി വരുന്നുണ്ട്. എല്ലാവരും ആ വേദിയിൽ തന്നെ ഇരുന്നാൽ ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ദർസ് എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ വെളിച്ചമാണ്. ഒരു മഹല്ലത്തിൽ ദർസ് നിലനിൽക്കുമ്പോൾ ഒരുപാട് സംഗതികൾ അതിലൂടെ നടക്കുന്നത് നമുക്കൊക്കെ ബോധ്യമുള്ള സംഗതിയാണ്. അതിനാണ് നമ്മുടെ ഓരോ വീട്ടിലുള്ള ഉമ്മമാരും രക്ഷിതാക്കളും മുതഅല്ലിമീങ്ങൾ ഭക്ഷണം ഏറ്റെടുത്തുകൊണ്ട്, സാധാരണഗതിയിൽ ഒരു ഹോസ്റ്റൽ സൗകര്യത്തിൽ പഠിക്കുന്ന ഒരു വേദിയാണെങ്കിൽ വലിയ ഒരു സംഖ്യ തന്നെ ചെലവ് വരുന്ന ഒരു വിഷയമാണ് ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. വീടുകളിലൊക്കെയും മുതഅല്ലിമീങ്ങൾ ചെന്ന് ഭക്ഷണം കഴിച്ച് വന്ന് പള്ളിയിൽ ഇരുന്ന് ഓതി പഠിക്കുന്ന രീതി പഴയ കാലം മുതൽക്ക്, അഥവാ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് തന്നെയുള്ള രീതിയാണ്. ഇന്നും മദീനത്തെ പള്ളിയിൽ സുഫത്ത് എന്ന് പറഞ്ഞിട്ട് മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ ഒരു തിണ്ട് ബാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന പുരോഗമനങ്ങളൊക്കെ അവിടെ നടത്തിയപ്പോഴും ആ തിണ്ട് അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. സുഫത്ത് എന്ന് പറയുന്നതുണ്ട് എന്ന് പറഞ്ഞാൽ മുതഅല്ലിമീങ്ങൾ നിബിതങ്ങളിൽ നിന്ന് പഠിച്ചിരുന്ന സ്ഥലമാണ്. ഏതായിരുന്നാലും ആ സ്ഥലത്ത് അതുപോലെയുള്ള വേദി നമ്മുടെ കേരളക്കരയിലും മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന് നമ്മുടെ മഹല്ലുകളിലൊക്കെയും ആ രീതിയിൽ ദർസ് അൽഹംദുലില്ലാഹ് ഇവിടെയും വലിയ ദർസുകൾ തന്നെ പഴയ കാലം മുതൽക്ക് തന്നെ നടത്തി നമുക്ക് പരിചയമുള്ളതാണ്. അല്ലാഹു തആല ആരൊക്കെ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയും അതുപോലെ ദർസിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ച് മരണപ്പെട്ട് കബറകത്തുണ്ടോ എല്ലാവർക്കും അല്ലാഹു നമ്മളിൽ നിന്നുള്ള സലാമുകളെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയൊക്കെ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി തരുമാറാവട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സമയം വന്നിരായ സയ്യിദവറുകൾ വരുമ്പോഴേക്ക് നമുക്ക് മറ്റു പല വിഷയങ്ങളും ഇവിടെ സമ്മാനദാനങ്ങളും മറ്റൊക്കെ നടക്കാനുണ്ട്. ഞാൻ ഈ ഓർമ്മയിൽപ്പെടുത്തുന്നത് നമ്മുടെ മഹല്ല് അൽഹംദുലില്ലാഹ് ഇന്നലെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട പലരും പ്രസംഗിച്ചതുപോലെ വളരെ റാഹത്തോടുകൂടെ ഐക്യത്തോടുകൂടെ നമ്മുടെ മഹല്ലിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാര വിഷയങ്ങളിലൊക്കെയും വളരെ ദൃഢീകരണത്തോടുകൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ഈ ഒരു സ്വഭാവം അല്ലാഹു തആല നമ്മുടെ മഹല്ലത്തിൽ ആ ഒരു റാഹത്ത് നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം മഹല്ലിലുള്ള നമുക്ക്, മഹല്ല് ഖതീബായിരുന്നാലും ഖാദിയായിരുന്നാലും ഇനി മഹല്ലിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന, മഹല്ല് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളായിരുന്നാലും ഒക്കെ വലിയ ഭാരിച്ച ഉത്തരവാദിത്വമുള്ള ഒരു സംഗതിയാണ് നാട്ടിലുള്ള നമ്മുടെ മഹല്ലത്തിന്റെ പരിധിയിൽ വരുന്ന ആളുകളെ ദീനിയായി കൊണ്ട് അവർക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ വേണ്ടുന്ന ഇടപെടലുകൾ നടത്തി അവരെ ആത്മീയമായി കൊണ്ട് പരിരക്ഷിക്കേണ്ടുന്ന മേഖല ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ എല്ലാവരുടെയും ബാധ്യതയാണ്. അതിനുവേണ്ടി കൈകോർത്ത് ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കുക എന്നുള്ളതും അത് മഹല്ലത്തുകാരായ നമ്മളുടെ ബാധ്യതയുമാണ്. അങ്ങനെ ആകുമ്പോഴാണ് ആ മഹല്ലത്തിൽ ദീനിയായി കൊണ്ടുള്ള വിഷയങ്ങൾ നിലകൊള്ളുക. കഴിഞ്ഞ കൊല്ലം അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ലിന്റെ 7 കോണുകളിലായിക്കൊണ്ട് 7 സോണുകളിലായിക്കൊണ്ട് നമ്മൾ ഒരു ആത്മീയ പ്രഭാഷണം എന്ന രൂപത്തിൽ പരിപാടികൾ നടത്തിയിരുന്നു.
അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട്, ഈ നാട്ടിലുള്ള സർവ്വ സഹോദരങ്ങൾക്കും, അത് യുവാക്കൾക്കും അല്ലാത്തവർക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ് ആത്മീയമായ അറിവ്. ഇബാദത്തുമായി ബന്ധപ്പെട്ട്, വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ അവരുടെ സാംസ്കാരികമായ മേഖലകളിലൊക്കെ അതുമായി അറിയേണ്ടുന്ന സംഗതികളെ എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, ഈ ലോകത്ത് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്താണ്, ഇത് അറിയുകയും പഠിക്കുകയും ചെയ്യണമെന്നുള്ള ആ ഒരു ത്വര നമ്മുടെ മഹല്ലത്തിലുള്ള യുവാക്കളിലും സഹോദരിമാരിലും ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാല ആ പ്രവർത്തനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അതിന്റെ ശേഷം പലരും പറയുകയും ചെയ്തതാണ് നമുക്ക് ആ പരിപാടി ഇനിയും തുടരണം എന്നുള്ളത്. കാരണം ഓരോ പ്രദേശങ്ങളിലും ഇന്ന് ഈ നിലക്കുള്ള ഒരു ആത്മീയമായ അറിവിന്റെ കുറവ് എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ നമ്മൾ നോക്കിയാൽ നമ്മൾ മുസ്ലിം സമുദായവും അല്ലാത്തവരും ഒക്കെ വസിക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ. ഇന്ത്യ രാജ്യത്ത് വസിക്കുന്ന നമ്മള് ബഹുസ്വരതയിൽ ജീവിക്കുന്നവരാണ്. ഇവിടെ എല്ലാ ജാതിക്കാരും മതക്കാരും മതമുള്ളവരും ഇല്ലാത്തവരും വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരും ഒക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മളും ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ കാണുമ്പോൾ, അവിടെ നടക്കുന്ന ചില വിഷയങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ, മനുഷ്യരിൽ നിന്ന് മനുഷ്യത്വം എടുത്തു പോകുന്ന വെറും വർഗീയതയും അതേ പ്രകാരത്തിൽ ഈ ദുഷിച്ചതായ ഒരു ചിന്താഗതിയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന വക്രബുദ്ധി ആ ഒരു രൂപത്തിലായി കൊണ്ട് മനുഷ്യൻ അധപ്പതിച്ചു പോകുന്നുവോ എന്ന് തോന്നിപ്പോകുന്ന അപകടകരമായ ചില വിഷയങ്ങൾ നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയാണ്. ഇനി ഒരു പ്രവാചകര് വരാനില്ല. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഒരു പ്രവാചക ദൗത്യവുമായി കൊണ്ട് ഒരാള് ഇനി ഒരു പ്രവാചകര് വരാനില്ല. ഇന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ആദർശവും ആ സ്വഭാവവും ആ സംസ്കാരവും അതാണ് ഇസ്ലാം. ഇത് ഇനി ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ തന്നെ പോവുകയും ചെയ്യും. ഇനി അതിന്റെ ഇടയിൽ ഒരു പ്രവാചകര് വരാനില്ല. നബിതങ്ങളോടുകൂടെ പ്രവാചകത്വ ശൃംഖല അവസാനിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഒരു നബിയുണ്ട്, അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ എന്താണോ അതിവിടെ പ്രചരിപ്പിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി കൊണ്ടുപോവുകയും എന്നല്ലാതെ പുതിയൊരു ശരീഅത്തും കൊണ്ടല്ല ഈസാ നബി വരുന്നത്. അത് ദജ്ജാലിന്റെ പുറപ്പാടിനോടനുബന്ധിച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടപെടലുകളും വരവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഈ ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്കും ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്കും വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രം കൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല അയച്ചത്. അതിന്റെ കാരണം കൊണ്ടാണ് സഹോദരങ്ങളെ, ഇന്നും നമുക്കറിയാം, ഇസ്ലാമിനെ പഠിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ, ഇസ്ലാമിന്റെ സ്വഭാവം പഠിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ, ആ വ്യക്തികൾക്ക് മുഴുവനും തന്നെ ഇസ്ലാം അത് വേണ്ടതാണ് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. ഒരിക്കലും തന്നെ തീവ്രവാദമോ അല്ലെങ്കിൽ വർഗീയതയോ പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം എന്നുള്ളത് ഇസ്ലാമിനെ പഠിക്കുന്നവർ മുഴുവനും തന്നെ അത് ഉൾക്കൊള്ളുകയും അവരത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാണ് നമുക്കൊക്കെയും ബോധ്യമുള്ളതുപോലെ ഇസ്ലാമിന്റെ സംസ്കാരം ഏത് മതമുള്ളവനോടും ഇല്ലാത്തവനോടും മനുഷ്യത്വപരമായി കൊണ്ടുള്ള സമീപനം എങ്ങനെയാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വസിക്കുന്ന നാടുകളിൽ മതമുള്ളവരുണ്ടാവാം, മുസ്ലിമീങ്ങൾ മാത്രമല്ല, അതല്ലാത്ത മുസ്ലിം സഹോദരങ്ങളും അതുപോലെ തന്നെ ഇനി മതം ഇല്ലാത്തവരും എല്ലാം ജീവിക്കുന്നുണ്ടാകും. മദീനയിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുമ്പോൾ നബി തങ്ങൾ അവിടെ കാണിച്ച ഒരു ജീവിത ചിട്ട പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി തങ്ങൾ അവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ, മദീനയിൽ ജൂതന്മാരുണ്ട്. 8ലധികം വരുന്ന ജൂത
ഗോത്രവർഗക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്. അതേ പ്രകാരത്തിൽ ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുണ്ട്. ഈ ആളുകളൊക്കെയും ജീവിക്കുന്നുണ്ട്. എന്നാൽ വെറും ഗോത്രവർഗക്കാരായി കൊണ്ട് അറിയപ്പെടുന്ന ആളുകളുമുണ്ട്. അവർക്കിടയിലാണ് അള്ളാഹുവിന്റെ ഹബീബ് ദീൻ പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് അവിടെ നിന്ന് എടുത്ത രീതി? എങ്ങനെയാണ്? ജൂതന്മാരായിക്കൊണ്ടുള്ള ആളുകൾ അവരവരുടെ മതം അനുസരിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു. മുസ്ലിമീങ്ങളുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതേ പ്രകാരത്തിൽ ഇനി ഒന്നിലേക്കും വരാത്തതായ ആളുകൾ അവരവരുടേതായ മതാചാരങ്ങളും കൊണ്ട് ജീവിക്കുന്നു. ആർക്കും തന്നെ ഒരു വിഷയവും അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി ഇസ്ലാമിൽ നബി തങ്ങൾ കാണിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആ നിലക്ക് ഇസ്ലാമികമായി കൊണ്ട് പൂർണ്ണമായും തന്റെ അനുയായികളെ വെച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം തന്നെ നടത്തുന്നുണ്ട്. എന്നാൽ അവിടങ്ങളിലൊന്നും അല്ലാഹുവിന്റെ ഹബീബ് മറ്റുള്ളവരെ അവമതിക്കുന്ന, അതല്ലെങ്കിൽ മനുഷ്യത്വ രഹിതമായി കൊണ്ടുള്ള ഒരു രീതി പഠിപ്പിക്കുന്ന ഒരു രീതി നാം കാണുന്നില്ല. ചരിത്രത്തിൽ അതില്ല. അതുകൊണ്ടാണ് ജൂതന്മാരവിടെ ജീവിക്കുന്നു. ആ സ്ഥാനത്ത് അവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അത് മുഴുവനും തന്നെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് പോലെ അവരും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങളോട് മാത്രം നിർബന്ധമുള്ള ഒരു സംഗതിയാണ് സക്കാത്ത് കൊടുക്കണമെന്നുള്ളത്. അത് ജൂതന്മാരോട് പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനികളോട് പറഞ്ഞിട്ടില്ല. കാരണം അത് മുസ്ലിമീങ്ങളോടാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. അപ്പോൾ ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും ചെയ്യുന്ന പ്രവർത്തനം അത് മറ്റുള്ളവരും ചെയ്യണമെന്നല്ലാതെ ഒരിക്കലും തന്നെ വർഗീയതയോ അല്ലെങ്കിൽ വംശീയതയോ ഒരിക്കലും തന്നെ സഹോദരങ്ങളെ നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇന്നും ഇസ്ലാം ലോകത്ത് പഠിപ്പിക്കുന്നത്. ചരിത്രത്തിൽ നമുക്ക് കാണാം, മുഹമ്മദ് അലി ക്ലേ എന്നുള്ള പേര് സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ബോക്സിംഗ് ചാമ്പ്യനായി കൊണ്ട് അറിയപ്പെട്ടിരുന്ന മനുഷ്യൻ. അയാള് നീഗ്രോ വർഗത്തിൽ കറുത്ത വർഗക്കാരനായതിന്റെ പേരിൽ അദ്ദേഹത്തിനോട് കാണിച്ചിട്ടുള്ള വിഭാഗീയത അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്നവർക്ക് എടുത്ത് എന്ന് പറയാൻ കഴിയും. കാരണം അദ്ദേഹം എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് അദ്ദേഹത്തിനോട് ഇന്റർവ്യൂ നടത്തുന്നതായിരിക്കുന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി, വിശന്നൊട്ടിയ സമയത്ത് തന്റെ നാട്ടിൽ കയറി ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണത്തിന് വേണ്ടി കയറിയിരുന്നാൽ ആ ഹോട്ടലിലുള്ള സപ്ലയർ വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, നിനക്ക് ഈ ഹോട്ടലിൽ ഭക്ഷണം തരാൻ പറ്റില്ല, നീ കറുത്ത വർഗക്കാരനാണ് എന്ന് പറഞ്ഞ് തൊലി കറുത്തു പോയതിന്റെ പേരിൽ വിശന്നൊട്ടിയ വയറിലേക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം തരാൻ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ വർണ്ണത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു ചിത്രമാണ് ഇദ്ദേഹം കാണുന്നത്. മുടി വെട്ടിക്കാൻ വേണ്ടി ബാർബർ ഷാപ്പിൽ ചെന്നിരുന്നാൽ ആ ബാർബറുടെ മുന്നിൽ അയാൾ ചെന്നിരിക്കുമ്പോൾ ബാർബർ വന്നുകൊണ്ട് ഇയാളുടെ വർണ്ണത്തിന്റെ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നിന്റെ മുടി വെട്ടിത്തരാൻ ഇവിടെ കഴിയില്ല എന്ന് പറഞ്ഞ് ഈ രൂപത്തിൽ വർണ്ണവും ജാതിയും ഒക്കെ നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിത അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നത് മനുഷ്യത്വപരമായി കൊണ്ട് മനുഷ്യരായി കൊണ്ട് കാണുന്ന വല്ല പ്രത്യയശാസ്ത്രവും ഇവിടെയുണ്ടോ? ഇതാണ് അദ്ദേഹം ആലോചിച്ചത്. ഞാനിത് പറയുന്നത് എന്റെ സഹോദരങ്ങളെ, നമുക്കൊക്കെയും ബോധ്യപ്പെടേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് അള്ളാഹുവിന്റെ മതമാണ്. ആ മതം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ മനുഷ്യർക്ക് എന്താണ് ഉപകാരപ്രദമായത് എന്നറിയുന്നവൻ റബ്ബാണ്. ആ റബ്ബാണ് ഈ നിയമങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാനാണ് നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ രൂപത്തിൽ വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ അങ്ങനെ ഈ മനുഷ്യനെ മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹം പിന്നീട് പഠിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം പല മതഭേദ ഗ്രന്ഥങ്ങളും പഠിക്കുകയാണ്. ആ പഠിക്കുന്ന സന്ദർഭത്തിലാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലേക്ക് അദ്ദേഹം വരുന്നത്. ആ വരുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ അവിടെ കാണുന്ന ഒരു ചിത്രമുണ്ട്. അതാരാണ്? നീഗ്രോ വർഗക്കാരനായിക്കൊണ്ട് ജനിച്ച ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുകയാണ്. ഈ മുഹമ്മദ് അലി ക്ലേ എന്ന് പേര് സ്വീകരിച്ച ബോക്സിംഗ് ചാമ്പ്യൻ, അയാൾക്ക് കിട്ടുന്ന ചരിത്രം എന്താണ്?
അയാള് പിന്നീട് ബിലാൽ ഇബ്നു റബാഹിനെ പഠിക്കുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള ഖുറൈശികൾ അടക്കമുള്ള ഉന്നത മതകുലജാതരായ വലിയ വലിയ സവർണർ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന അത്തരത്തിലുള്ള വലിയ ആളുകളായിക്കൊണ്ട് അന്നറിയപ്പെട്ടിരുന്ന ആളുകളുടെ ഇടയിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വലിയ അന്തസ്സോടുകൂടെ ജീവിക്കുന്നത് കാണുകയാണ് ചരിത്രത്തിൽ. എന്തേ ബിലാൽ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പോലത്തെ അതേ പ്രകാരത്തിൽ സ്വഹാബത്തിരിക്കുന്ന ഒരു വേദിയിലേക്ക് ബിലാൽ തങ്ങൾ ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ ഊമൂലി സയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനിച്ച് ആദരിക്കുന്ന രംഗമാണ് ഈ മുഹമ്മദ് അലി ക്ലേ എന്ന് പേര് സ്വീകരിച്ച മനുഷ്യൻ പിന്നീട് സഹോദരങ്ങളെ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. അവിടെ വർണ്ണത്തിന്റെ പേരിൽ ബിലാൽ തങ്ങളെ മാറ്റി നിർത്തുന്നില്ല. സ്പ്രിങ് പോലെ ചുരുണ്ട മുടിയുള്ള, പത്തിരി പോലെ പരന്ന മൂക്കുള്ള, കറുത്ത് ആനയുടെ തൊലിയേക്കാളും കറുത്ത രൂപത്തിലുള്ള ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈ കൊടുത്തുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് ഒരു സദസ്സിൽ സ്വീകരിക്കുന്ന രംഗം ചരിത്രം ഇദ്ദേഹം വായിക്കുകയാണ്. മാത്രമല്ല മക്കം ഫതഹാക്കിയപ്പോൾ ഒരു കാലഘട്ടത്തിൽ താൻ ജനിച്ച നാടാണ് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച നാടാണ് മക്ക. ആ മക്കയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ല. ഒരു മണി ഗോതമ്പിന്റെ മണി പോലും കൊടുക്കാതെ 3 കൊല്ലക്കാലം വെള്ളം കൊടുക്കാതെ പട്ടിണിക്കിട്ട് പിന്നീട് നാടിൽ നിന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പോകേണ്ടി വന്ന് പലായനം ചെയ്യേണ്ടി വന്ന് മദീനയിലേക്ക് തിരിച്ചുപോയി. ആ മദീനയിൽ പിന്നീട് തന്റെ അനുയായികൾ ഇഷ്ടം പോലെ പിന്നാലെ വന്നപ്പോൾ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി വരുന്നതും ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ തടയുന്നതും അവിടെ വെച്ചുകൊണ്ട് അടുത്ത കൊല്ലം ഉംറ ചെയ്യാമെന്ന് പറഞ്ഞ് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഹുദൈബിയയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ തഹല്ലുലായിക്കൊണ്ട് തിരിച്ചു പോകുന്നതുമായ രംഗമുണ്ട്. എന്നാൽ പിന്നീട് തന്റെ കൂടെയുള്ള 10,000-ത്തിലധികം വരുന്ന സ്വഹാബത്തുമായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മക്കയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോ ആ മക്കയിൽ വിറച്ചു നിൽക്കുന്ന ഖുറൈശികളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അവരുടെ മറുപടി എന്താണ്? മക്ക ഫതഹാവുകയാണ്, മക്കയിൽ കഅബ റസൂലുള്ളാഹി തങ്ങളുടെ അധീനതയിൽ വരികയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് ഈ ഖുറൈശികൾ മുഴുവനും തന്നെ കിടുകിട വിറച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുറൈശി തലവന്മാരായിക്കൊണ്ട് അന്നറിയപ്പെട്ടിരുന്ന അന്ന് ഹയാത്തുള്ള ആളുകളോട് മുഴുവനും തന്നെ ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്നിൽ പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞൊരു മറുപടി എന്താണ്? നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായി അറിയപ്പെടുന്ന വ്യക്തിയാണെന്ന് മാത്രമല്ല മാന്യനായ ആളുടെ മകനുമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മാന്യത മാത്രമേ കാണുന്നുള്ളൂ, മാന്യത മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ പലരും പ്രതീക്ഷിച്ചു. ഒരു മണി ഗോതമ്പ് പോലും ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കാതെ ആ പട്ടിണി കിട്ടിരുന്ന ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെയും സ്വഹാബത്തിനെയും വിവിധ രൂപത്തിൽ പീഡിപ്പിച്ച് ബുദ്ധിമുട്ടാക്കിയ ഈ ഖൗമിനെ തന്റെ കാൽ കീഴിൽ കിട്ടുമ്പോൾ വേണ്ടുന്ന രൂപത്തിൽ അതിനുള്ള പ്രതികാരം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഖുറൈശികളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേലിൽ യാതൊരു അതിക്രമവും എന്റെ ഭാഗത്തു നിന്നുണ്ടാകൂല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് സമാധാനത്തിന്റെ വാക്കുകൾ കൊടുത്തെങ്കിൽ സഹോദരങ്ങളെ ആ ഒരു ചിത്രം ഈ മുഹമ്മദ് അലി ക്ലേ വായിച്ചെടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ മക്കയിൽ കഅബയുടെ മുകളിൽ കയറിക്കൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ബിലാലേ ബാങ്കിന്റെ അലയൊലികൾ ഇനി നിങ്ങൾ മുഴക്കിക്കോളൂ. ആ ബിലാൽ തങ്ങൾ അവിടെ നിന്ന് ബാങ്കിന്റെ അലയൊലി മുഴക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ തങ്ങൾ ശബ്ദം മുഴക്കിക്കൊണ്ട് നല്ല ഈണത്തിലങ്ക് ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തില് സഹോദരങ്ങളെ അവിടെ വർണ്ണത്തിന്റെ പ്രശ്നമില്ല, വർഗത്തിന്റെ പ്രശ്നമില്ല, ജാതിയുടെ പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഇസ്ലാം കാണുന്നത്. ഈ മുഹമ്മദ് അലി ക്ലേ വായിച്ചെടുക്കുന്ന ചിത്രം ഇതാണ്. അദ്ദേഹം പറഞ്ഞു, വർണ്ണത്തിന്റെ പേരിൽ പട്ടിണിയുള്ള സന്ദർഭത്തിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഭക്ഷണം തരാത്തൊരു സമൂഹത്തിന്റെ മുമ്പിൽ മനുഷ്യരായി കൊണ്ട് കാണുന്ന പ്രത്യാശാസ്ത്രം ഉണ്ടിവിടെ. അതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞ് തനിക്ക് കിട്ടിയ മെഡലുകളും ഷീൽഡുകളും ഒരു കുന്നിന്റെ മുകളിൽ കയറിക്കൊണ്ട് വലിച്ചെറിഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ ശേഷം വന്നിട്ടുള്ള നിരവധി ആളുകളുടെ ചരിത്രവും ഇത് തന്നെയാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പറയുന്നത് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ സംസ്കാരം അത് നമ്മൾ ഉൾക്കൊള്ളണം. ഇസ്ലാമിൽ അങ്ങനെ ഒരു വർഗീയതയില്ല, ഒരു വർണ്ണത്തിന്റെ വിവേചനമില്ല. ആ രൂപം ഇസ്ലാമിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല. എത്രത്തോളം സഹിഷ്ണുതയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് നാം കാണുന്ന അസഹിഷ്ണുതയുണ്ട്. ഒരാൾ ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ആ വീട് എന്റെ വീടിനേക്കാൾ വലുതാണോ, എന്നാൽ പിന്നെ അയാളോട് എനിക്ക് വെറുപ്പ്. അതേ പ്രകാരത്തിൽ എനിക്ക് മക്കളുണ്ടാകുന്നു, പക്ഷേ എന്റെ കൂട്ടുകാരന് അതിലധികം മക്കളുണ്ട്, എന്നാൽ പിന്നെ അയാളോട് എനിക്ക് വെറുപ്പ്. ഇങ്ങനെ പലതിന്റെ പേരിലും, സമ്പത്തിന്റെ പേരിൽ വെറുപ്പ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിന്റെ പേരിലും അസഹിഷ്ണുത നിലനിൽക്കുന്ന ഈ രാജ്യത്ത് എന്റെ സഹോദരങ്ങളെ, ഇസ്ലാമികമായ സംസ്കാരം എന്തെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് കാണിക്കണം. ആ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട നിമിതങ്ങൾ മക്കയിലും മദീനയിലും പ്രവർത്തിച്ചത്. അങ്ങനെയാണ് ഇസ്ലാം ഏത് രാജ്യത്തും ഏത് ആളുകളും ഇന്ന് ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളതും ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടരാടാൻ വേണ്ടി വന്നിട്ടുള്ള അബൂജഹലും ഉത്ബത്തും ശൈബത്തും വലീദും അടങ്ങുന്ന വലിയ വലിയ ഖുറൈശി തലവന്മാർ സഹോദരങ്ങളെ ബദറിൽ വന്നുകൊണ്ട് അമ്പെ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിന്റെ ശേഷം പിന്നീട് മക്കയിൽ ഒരു ചരിത്രമുണ്ട്, മക്കയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. സഫ്വാൻ ഇബ്നു ഉമയ്യത്തും അതേ പ്രകാരത്തിൽ സഫ്വാൻ ഇബ്നു ഉമയ്യത്തും ഉമൈർ ഇബ്നു വഹബും ഈ രണ്ട് പേരും ഇരുന്നു കൊണ്ട് കഅബാലയത്തിൽ വന്നു നോക്കുമ്പോ ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം മക്കയിൽ കഅബയുടെ പരിസരത്ത് വന്നു നോക്കുന്ന സന്ദർഭത്തിൽ ഖുറൈശി തലവന്മാരിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്, ഒരു കസേരയുണ്ട്. ആ കസേരയുടെ ഭാഗത്ത് ആരെയും കാണാനില്ല. വളരെ കൂടുതൽ സങ്കുചിതമായി കൊണ്ട് അവര് പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മളെ നേതാക്കളൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബദറിൽ അബൂജഹലും ഉത്ബത്തും ശൈബത്തും വലീദും ഒക്കെ പോയെങ്കിൽ ഇനി നമുക്ക് ആരുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. ആ സന്ദർഭത്തിലാണ് സഫ്വാൻ ഇബ്നു ഉമയ്യത്തും അതേ പ്രകാരത്തിൽ ഉമൈർ ഇബ്നു വഹബും രണ്ട് പേരും കൂടെ ഈ ഒരു ചർച്ചയിൽ അകപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ സഫ്വാൻ പറയുന്ന വാക്കെന്താണ്? സുബ്ഹാനല്ലാഹ്, അതെ, എന്റെ കടവും എന്റെ മക്കളുടെ കാര്യവും ഈ രണ്ട് കാര്യം എന്നെ ഭയപ്പെടുത്തുന്നില്ലായിരുന്നുവെങ്കിൽ മദീനയിൽ ചെന്നുകൊണ്ട് ഞാൻ ഈ മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയെടുത്ത് കൊണ്ടുവരുമായിരുന്നു എന്ന് അവരിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുകയാണ്. ഉടനെ തന്നെ ഉമൈറിന്റെ മറുപടി വന്നു, എന്നാൽ പിന്നെ നിന്റെ കടം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, നിന്റെ കടം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. ആ സന്ദർഭത്തിൽ നിന്റെ മക്കള് നീ തിരിച്ചു വന്നില്ലെങ്കിൽ അവരെ നോക്കുന്ന കാര്യവും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഉമൈർ ഏറ്റെടുക്കുന്നതും സഫ്വാൻ സഹോദരങ്ങളെ ധൈര്യസമേതം വീട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് നല്ല ഒന്നാന്തരം ഒരു വാളെടുത്തുകൊണ്ട് അതിൽ വിഷമൂട്ടിക്കൊണ്ട് താൻ ആരും അറിയാതെ ഉറയിലിട്ടുകൊണ്ട് ഇരിക്കുകയാണ് മദീനയിലേക്ക്. ഇസ്ലാമിന്റെ സഹിഷ്ണുതയാണ് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ. ഇന്ന് ഇസ്ലാമിനെ ആരൊക്കെയോ തെറ്റിദ്ധരിച്ച് നമ്മളിൽപ്പെട്ട ചിലരുടെയൊക്കെ പ്രവർത്തനങ്ങളെ കൊണ്ട് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവണം. ഈ ചരിത്രം നമ്മൾക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. സഫ്വാനും ഉമൈർ ഇബ്നു വഹബും രണ്ടുപേരും ഇരുന്നു കൊണ്ട് ആ രൂപത്തിലുള്ള ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ ഇയാൾ പോവുകയാണ് മദീനയിലേക്ക്. മദീനയിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണ് സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും മദീനത്തെ കൊച്ചു പള്ളിയിൽ ഇരുന്നു കൊണ്ട് ബദറിന്റെ അവലോകനം നടത്തുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ പറയുന്നതായ ഈ ഉമൈർ സഫ്വാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഉമൈർ തന്റെ കയ്യിലുള്ള വാളും പിടിച്ചുകൊണ്ട് ചെല്ലുന്ന ഈ രംഗം വന്നപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ ഉമർ ഇബ്നുൽ ഖത്താബാണ് ആദ്യമായി കൊണ്ട് ഈ മനുഷ്യനെ കാണുന്നത്. കണ്ടപാടെ പള്ളിയിൽ നിന്ന് എടുത്തു ചാടിയിട്ട് ഉമർ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, നബിയേ ഹാദാ വല്ലാഹി അദുവുല്ലാഹി ഉമൈർ, അല്ലാഹുവിന്റെ ശത്രുവാകുന്ന ഉമൈർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് വിവരം കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല തങ്ങൾ ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് കടത്തിവിടാൻ തയ്യാറാകുന്നില്ല. ആ സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത്, എന്താണ് ഉമറേ? അപ്പൊ പറഞ്ഞു, നബിയേ, തങ്ങളെ വകവരുത്താനായി കൊണ്ട് തക്കം പാർത്ത് നിൽക്കുന്ന ഈ കക്ഷി അവനാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇവനെ എങ്ങോട്ട് അടുത്തേക്ക് വിടുക പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താണ്? ഉമറേ, നീ
നിങ്ങൾ മാറി നിൽക്കൂ, ഉമൈർ ഇങ്ങോട്ട് അടുത്തേക്ക് വരട്ടെ. ഇത് പറയുന്ന സന്ദർഭത്തിൽ ഉമൈർ മെല്ലെ അടുത്തേക്ക് പോവുകയാണ്. തന്റെ കയ്യിലുള്ള വിഷമൂട്ടിയ വാളുണ്ട്, ആ വാളും പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. സഹോദരങ്ങളെ, എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ രണ്ട് വാതിലിന്റെയും അപ്പുറത്തും ഇപ്പുറത്തും കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഇവനെ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റൂല നബിയെ. പറഞ്ഞു, ഉമൈറിനെ വിടൂ ഉമറേ. എന്തിനാണ് ഉമൈർ വന്നത് എന്ന് പറയട്ടെ. അങ്ങനെ ഉമൈറിനെ അടുത്തേക്ക് വിളിച്ചു. അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറുൻ നബുവത്തിന്റെ മുഖം ആ ഉമൈർ കാണേണ്ട താമസം സഹോദരങ്ങളെ ഉമൈർ നിന്ന് പറക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ അങ്ങ് ചെന്നു നിന്നതേയുള്ളൂ. ആ സന്ദർഭത്തിൽ എന്തിനാണ് ഉമൈർ വന്നത്? ഇത് പറയുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, ഉമൈർ സഹോദരങ്ങളെ പറയുന്നു, എന്റെ മകൻ നിങ്ങളെ കൂട്ടത്തിൽ തടവിൽ പിടിക്കപ്പെട്ടവരിലുണ്ട്, അവനെ കൊണ്ടുപോകാനാണ്, വഹബിനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പറയുമ്പോൾ വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ ഒരു എളിയ പുഞ്ചിരിയോടുകൂടെ ചോദിക്കുന്നു, ഉമൈറെ സത്യം പറയൂ, എന്തിനാ വന്നത്? ഇത് പറയുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമൈർ പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയാ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ മറുപടിയും ഇതേ രൂപത്തിലായപ്പോൾ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ വീണ്ടും എടുത്തു ചോദിക്കുന്നു, ഉമൈറെ നിങ്ങളുടെ മകനെ കൊണ്ടുപോകാനാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കയ്യിൽ വിഷമൂട്ടിയ വാളെന്തിനാണ്? ഇതങ്ങ് ചോദിക്കുന്നതോടുകൂടെ സുബ്ഹാനല്ലാഹ് ഉമൈറിന് വിറക്കാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അപ്പുറത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്പുറത്തുണ്ട്. രണ്ടുപേരും സ്വഹാബികളും എല്ലാവരും ഉള്ള വേദിയിൽ നബി തങ്ങൾ ചോദിക്കുന്നു, നിന്റെ മകനെ കൊണ്ടുവരാനാണ് നീ വന്നിട്ടുള്ളതെങ്കിൽ പിന്നെ നിന്റെ കയ്യിൽ വിഷമൂട്ടിയ വാളെന്തിനാണ് ഉമൈറേ? ഇതങ്ങ് കേട്ടതോടുകൂടെ സഹോദരങ്ങളെ ഉമൈർ ഇബ്നു വഹബ് പിന്നീട് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് മറുപടി കിട്ടാതെ വിഷമിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വീണ്ടും ചോദിച്ചു, പറയൂ നിങ്ങൾ എന്തിനു വന്നതാണ്? ആ സന്ദർഭത്തിൽ മിണ്ടാതെ അദ്ദേഹം നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു, സഫ്വാൻ ഇബ്നു ഉമയ്യത്തും നീയും തമ്മിൽ കഅബയുടെ പരിസരത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ എന്റെ തലയെടുത്ത് കൊണ്ടുവരാൻ സഫ്വാൻ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പോന്നതല്ലേ ഉമൈറേ? ഇതങ്ങ് ചോദിക്കുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ, അതേ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ ചോദ്യം കേട്ടപ്പോ ഉമൈറിന് പിന്നീട് ഒന്നും പറയാനില്ല, നിന്ന് പറക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബിന് വേണമെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, ഒന്നങ്ങ് കൈകാര്യം ചെയ്തേക്കൂ, എന്നാ പിന്നെ എല്ലാം തീർക്കാൻ അവിടെ ആളുണ്ട്. സഹോദരങ്ങളെ, പക്ഷേ നിമിതങ്ങളത് ചെയ്തില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങള് ഉമൈറിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോ ഉമൈറിന് ബോധ്യപ്പെട്ടു, ഇത് അള്ളാഹുവിന്റെ പ്രവാചകര് തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞു, നബിയേ ഈ പറഞ്ഞ കാര്യം ഞാനും സഫ്വാനുമല്ലാതെ മറ്റൊരാളും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ രൂപത്തിലുള്ള ചർച്ച ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്റെ കടം മുഴുവനും സഫ്വാൻ ഏറ്റെടുത്തിട്ടുണ്ട്, എന്റെ മക്കളെ കാര്യവും അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. തങ്ങളുടെ തലയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി അവൻ എനിക്ക് പ്രചോദനം തന്ന് ഞാനിങ്ങ് വന്നതാണ്. ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രം അറിയുന്ന കേസാണ്, മൂന്നാമത്തൊരാളറിയില്ല. പക്ഷേ ഇത് തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതോടുകൂടെ എനിക്ക് ബോധ്യപ്പെട്ടു, തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ കലിമ ഉച്ചരിച്ചുകൊണ്ട് ഉമൈർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. സഹോദരങ്ങളെ, പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയുമോ? ഞാനിത് പറയുന്നത് വല്ല തീവ്രവാദമോ വല്ല ഉഗ്രവാദമോ അല്ലെങ്കിൽ വല്ല വംശീയതയോ ഹബീബായ തങ്ങളുടെ കൽബിന്റെ അകത്തളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ ഉമൈർ ജീവനോടുകൂടെ അവിടുന്ന് പോകില്ലായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഈ ഉമൈർ ഇബ്നു വഹബിന് പൂർണ്ണമായി കൊണ്ട് വിഷയം ലഭിക്കുന്നു. അല്ലാഹുവിന്റെ ഇലാഹിയായി കൊണ്ടുള്ള പ്രവാചകരാണെന്ന് ബോധ്യപ്പെടുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഒരു വ്യക്തിയോടും സഹോദരങ്ങളെ ഇസ്ലാമിൽ വർഗീയതയോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായിരിക്കുന്ന ഒരു മറ്റ് വംശീയതയോ വർണ്ണത്തിന്റെയോ പേരുള്ള വിഭാഗീയത ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. ആ രൂപത്തിൽ ഇസ്ലാമിനെ പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിനെ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ ഇന്നും ഇസ്ലാമിന്റെ ആ ഒരു അന്തസ്സും അഭിമാനവും അവരെടുത്തു പിടിക്കുന്നുണ്ട്. അസഹിഷ്ണുതയുടെ പേരിൽ ഇന്ന് എന്തെല്ലാമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമൈറിനെ പിന്നീട് എന്താ ചെയ്തത്? ഉമൈറിനോട് പറഞ്ഞു, ഉമൈറെ, നീ എന്റെ അനുയായികളുടെ ഇടയിൽ ജീവിക്കണം, എന്നിട്ട് നീ ഖുർആൻ പഠിക്കണം. അങ്ങനെ ഖുർആൻ പഠിച്ചു, നന്നായി ഇസ്ലാമിന്റെ ആശയങ്ങൾ പഠിച്ചു. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമൈർ പറഞ്ഞു, നബിയെ, തങ്ങളുടെ തലയെടുത്തു കൊണ്ടുവരാൻ വേണ്ടി പോന്നവനാണ് ഞാൻ. എന്നെയും പ്രതീക്ഷിച്ച് സ്വഫ്വാൻ മക്കയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വഫ്വാൻ ഒന്ന് പോയിക്കൊണ്ട് ഈ വെളിച്ചം അവനും എത്തിച്ചു കൊടുക്കട്ടെ, തങ്ങൾ എനിക്ക് സമ്മതം തരുമോ? ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു തആല തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം നോക്കണം സഹോദരങ്ങളെ, നമ്മൾ തനിക്ക് കിട്ടിയ ഈ ഒരു ഹിദായത്തിന്റെ വെളിച്ചം തന്റെ കൂട്ടുകാരനും കിട്ടണം. അതിനു വേണ്ടിയാണ് ആ മനസ്സാണ് പിന്നീട് വരുന്നത്. വക്രബുദ്ധി പോയി, എല്ലാ ദുഷിച്ച ചിന്തകളും പോകുന്നു, എല്ലാ ദുഷിച്ച ചിന്തകളും പോയി. ആ സന്ദർഭത്തില് ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു തആല തങ്ങൾ നന്നായി ഇസ്ലാമിന്റെ പ്രബോധനത്തിന് പിന്നീട് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് സ്വഫ്വാനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു, മദീനയിൽ നിന്ന് സ്വന്തമായി കൊണ്ടുപോരുന്നു ആദ്യം. അങ്ങനെ വന്ന സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചതനുസരിച്ച് സ്വഫ്വാന്റെ അരികത്തേക്ക് ചെന്നു. സ്വഫ്വാൻ നബി തങ്ങളുടെ തലയും എടുത്ത് ഉമൈർ വരുന്നതും കാത്തിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഉമൈറിന്റെ മറുപടി, സ്വഫ്വാനെ, ഈ തലയെടുക്കാൻ വേണ്ടി നീ എന്നെ വിട്ടില്ലേ? ആ ആള് അല്ലാഹുവിന്റെ പ്രവാചകരാണ്, അത് സത്യത്തിന്റെ പ്രവാചകരാണ്. നിനക്ക് ആ ആഖിറത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് എന്റെ കൂടെ വന്നോ. ഇതങ്ങ് പറയുന്ന സന്ദർഭത്തില് സ്വഫ്വാന്റെ മറുപടി, തബ്ബല്ലക്, നാശം മുഴുവനും നിനക്കാണടാ, നീ എന്നെ വഞ്ചിച്ചു പോയതല്ലേ, ഞാൻ നിന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു ഇവിടെ, പക്ഷേ നീയും ആ ആശയം സ്വീകരിച്ചുവല്ലേ. ഇത് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഉമൈറിനെ വല്ലാതെ വേദനിപ്പിച്ചു സ്വഫ്വാൻ. പക്ഷേ വിട്ടില്ല. പിന്നെയും പിന്നാലെ കൂടി പലതും പറഞ്ഞു നോക്കി. സ്വഫ്വാൻ വരുന്ന രംഗമില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹുദൈബിയയിൽ എത്തി എന്നുള്ള വിവരം കേട്ടപ്പോ സ്വഫ്വാൻ മക്കയിൽ നിന്ന് ഉമൈർ റളിയല്ലാഹു തആല തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ അരികത്തേക്ക് ചെന്നു, ഹുദൈബിയയിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ കൂട്ടുകാരൻ ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയിട്ടില്ല, തങ്ങൾ ദ്വാരക്കണം. ഇത് പറഞ്ഞുകൊണ്ട് സ്വഫ്വാന്റെ അരികത്തേക്ക് വീണ്ടും പ്രബോധനത്തിന് വേണ്ടി പോകാൻ വേണ്ടി സമ്മതിക്കുന്നു. ആ പോകുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ, മക്കയിൽ റസൂലുള്ളാഹി തങ്ങൾ മക്കം ഫതഹാക്കുകയാണ്. മക്ക റസൂലുള്ളാഹി തങ്ങളുടെ അധീനതയിൽ വരികയാണ്. എല്ലാവരും ഒളിച്ചോടുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമൈർ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, നബിയെ, എന്റെ കൂട്ടുകാരനായ സ്വഫ്വാൻ ഇവിടെയുണ്ട്, ഞാൻ അയാളുടെ അരികത്തേക്ക് ഒന്നുകൂടെ പോയി നോക്കട്ടെ. പോയി സഹോദരങ്ങളെ, കണ്ടപാട് സ്വഫ്വാൻ ഓടുകയാണ്. ഓടിക്കൊണ്ടത് അയാൾ ആത്മഹത്യയിലേക്ക് ശ്രമിക്കുന്നുണ്ട്. അഥവാ കടലിൽ ചാടിക്കൊണ്ട് ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനം. അതിനുവേണ്ടിയുള്ള വഴിയിലേക്ക് പോയതാണ്. ഈ സന്ദർഭത്തിലാണ് സ്വഫ്വാൻ പിന്നാലെ ഓടിച്ചെന്നിട്ട് പറയുന്നു, സ്വഫ്വാനെ, അരുത് അരുത്, നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോ സ്വഫ്വാൻ പറഞ്ഞു, എനിക്ക് മാപ്പോ? അയാൾ അനുയായികളെ മുഴുവത്തിനെയും ഞാൻ ഓരോന്നിനെ എന്നോണം വകവരുത്തിയവനാ, എന്നിട്ട് എനിക്ക് മാപ്പുണ്ടെന്നോ നീ പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കൂല. ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ് സ്വഫ്വാനെ, ഞാൻ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നാണ് വരുന്നത്, നിനക്ക് മാപ്പുണ്ട്, നീ തങ്ങളരികത്തേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. സഹോദരങ്ങളെ, ഉമൈർ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് പോയ രംഗം നമ്മൾ കേട്ടതാണ്. ആ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമേന്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് ചെല്ലുന്ന സന്ദർഭത്തിൽ വ്യക്തമായി എന്തും ചെയ്യാൻ അധികാരമുള്ള നിബിതങ്ങള്, അനുയായികളുള്ള നിബിതങ്ങള്, അവിടുത്തെ ഹൃദയത്തിന്റെ വിശാലത കൊണ്ട്
സഹിഷ്ണുത കൊണ്ട് ഒന്നും പ്രതികരിക്കാതെ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമൈർ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ സഫ്വാനും ഇസ്ലാമിലേക്ക് വരുന്ന രംഗമാണിത്. സഹോദരങ്ങളെ, പിന്നീട് എന്ത് സംഭവിക്കുന്നു? ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല, ഞാൻ നീ നബി തങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നതിന് തെളിവും കൊണ്ട് വന്നെങ്കിലേ വരൂ. അങ്ങനെ തെളിവും കൊണ്ടുവന്ന റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ സഫ്വാനിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നുണ്ട്, തങ്ങളിൽ നിന്നാണ് ചെല്ലുന്നതിന് തെളിവ് വേണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തു? തന്റെ ഷാൾ എടുത്തു കൊടുത്തു. ഷാൾ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ പിടിച്ചിട്ട് സഫ്വാനോട് വരാൻ പറയണം. അങ്ങനെയാണ് ഉമൈർ ഈ ഷാളും കൊണ്ട് പോകുന്നത്. പോയി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുള്ള ഷാള്, കസ്തൂരിയുടെ മണമുള്ള ആ ഷാളും കയ്യിൽ പിടിച്ച് ബഹുമാനാദരവുകളോടുകൂടെ ഉമൈർ റളിയല്ലാഹു തആല തങ്ങൾ ചെല്ലുന്ന സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു തആലാവിനെ കണ്ടപാടെ തന്നെ സഫ്വാൻ വീണ്ടും ഒളിച്ചോടുകയാണ്. ഇല്ല, നീ ഓടേണ്ടതില്ല, ഈ കാണുന്ന ഷാള് എന്റെ ഹബീബ് നബി തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ആ നബി തങ്ങളാണ് നിന്നോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, നിനക്ക് മാപ്പുണ്ട്, നീ ആത്മഹത്യ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സഫ്വാനെ മാറ്റി നിർത്തി. സഹോദരങ്ങളെ, കൈപിടിച്ച് ഈ ഷാളങ്ങോട്ട് ഏൽപ്പിക്കുന്നതോടുകൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സുഗന്ധപൂരിതമായ ആ ശരീരത്തിൽ തട്ടിയിട്ടുള്ള ഷാള് അത് സഫ്വാനിന്റെ കയ്യിലേക്ക് കിട്ടുന്നതോടുകൂടെ മുഅ്മിനീങ്ങളെ, സഫ്വാനിന് മനംമാറ്റം വരുന്നു. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക ബിസ്റക അല്ലദീ അൻഖള ളഹ്റക. ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നബിയെ, തങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലത എത്രയാണ്. ഈ രൂപത്തിൽ സഫ്വാനങ്ങ് ചെന്നു. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ചെന്നുകൊണ്ട് വിറച്ച് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങള് പുഞ്ചിരിയോടുകൂടെ സഫ്വാനിനോട് വിഷയം അന്വേഷിക്കുന്നു. വിറച്ച് നിൽക്കുന്ന സഫ്വാൻ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈ കൂപ്പിക്കൊണ്ട് കൈമുത്തം ചെയ്തുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇതും പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. രണ്ടുപേരും ഇസ്ലാമിന്റെ ബദ്ധവൈരികളായി കൊണ്ടുവന്നവരാണ്. പക്ഷേ ഇസ്ലാമിന്റെ സഹിഷ്ണുത കണ്ടപ്പോൾ, ഇസ്ലാമിന്റെ സംസ്കാരവും സ്വഭാവവും കണ്ടപ്പോൾ അത് ഉൾക്കൊള്ളുകയാണ്. ഞാനിതെന്തിനാ പറഞ്ഞു എന്നറിയുമോ? ഒരിക്കലും തന്നെ ഇസ്ലാമിൽ ഈ രൂപത്തിലുള്ള വർഗീയതയോ വർണ്ണവിവേചനങ്ങളോ വംശീയതയോ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇത് നമുക്ക് ബോധ്യപ്പെടണം, ഇത് നമുക്ക് മനസ്സിലാവണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് ഓർമ്മയിൽപ്പെടുത്തുന്നു, സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സംസ്കാരം ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. ആ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രങ്ങൾ, വിഷയങ്ങൾ മുഴുവനും തന്നെ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ന് ഈ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള, നേരത്തെ ഇവിടെ പലസ്തീന്റെ ചിത്രങ്ങൾ പറയുകയുണ്ടായി, നമ്മുടെ കുട്ടികൾ വരച്ചുണ്ടാക്കിയതാണ് ആ കാണുന്ന വിഷയങ്ങൾ മുഴുവനും തന്നെ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പല കഴിവുള്ളവരുണ്ട് നമ്മുടെ കൂട്ടത്തില്. പലസ്തീനിന്റെ ആദ്യ ചരിത്രം മുതൽ കുട്ടികൾ വരച്ചുണ്ടാക്കിയത് അവിടെയുണ്ട്. അതേ പ്രകാരത്തിൽ അവരുടെ കഴിവുകളിൽ ഈ വേദനിക്കുന്ന സമൂഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്ത് ഈ ലോകത്ത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ വംശഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന തീവ്രവാദികളായി കൊണ്ടുള്ള ഇസ്രായേലിന്റെയും അതേ പ്രകാരത്തിൽ മനുഷ്യത്വമില്ല മരവിച്ചുപോയ ആ വിഭാഗത്തിന്റെയും ചിത്രം ലോകം അറിയണമെന്ന് കരുതി ഈ കുഞ്ഞു ഹൃദയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നിട്ട വാതായനങ്ങളാണ് ആ കാണുന്നത്. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മയിൽപ്പെടുത്തുന്നത്, പഠിക്കേണ്ടത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. അങ്ങനെ ഇസ്ലാമിനെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ എത്തിപ്പെടുന്ന ഒരു മേഖലയുണ്ട്. അതെന്താണ്? ഏത് മനുഷ്യനോടും മനുഷ്യത്വപരമായി കൊണ്ട് സമീപിക്കാൻ കഴിയും. ആ സ്ഥാനത്ത് പറഞ്ഞതിനർത്ഥം മറ്റുള്ളവരുടെ മതാചാരങ്ങളൊക്കെ നമ്മളും ഏറ്റ് ചെയ്യുക എന്നല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവരുടെ ആചാരങ്ങൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക, ചെയ്യുക എന്നുള്ളതല്ല. അത് അവരുടേതായ കാര്യങ്ങൾ അവർ ചെയ്യും, അത് അതിൻ്റെതായ സ്വഭാവത്തിൽ അവർ ചെയ്യും. ആ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ മതാചാരങ്ങൾ ശരിക്ക് പഠിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ട് നന്നായി നമ്മൾ നമ്മുടേതായ സംസ്കാരം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഇപ്പോ നമുക്കൊക്കെ അറിയുന്നതാണ് ഇസ്ലാമിന്റെ സ്വഭാവം എന്താണെന്നുള്ളത്.
പുറം ലോകത്ത് യൂറോപ്യന്മാർ പഠിക്കുകയാണ്. വർണ്ണത്തിന്റെയോ ജാതിയുടെയോ വിവേചനങ്ങൾ ഇല്ലാതെ അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പല ആക്ടിവിറ്റികളായിക്കൊണ്ടുള്ള ആളുകളും സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള ഓരോ വിഷയങ്ങളും അവരെ അറിയുമ്പോഴാണ് അവരിൽ നിന്ന് അതിൻ്റെതായ ആ ഒരു ഇസ്ലാമിനെ അറിയണം, പഠിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു ത്വരയുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അറിവുള്ളവരാവണം. അറിവ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഗതിയല്ല. പക്ഷേ ആ അത്യാവശ്യമായി കൊണ്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച് നമുക്ക് ബോധം വേണം. നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട്, യുവാക്കളോട് ഓർമ്മയിൽപ്പെടുത്തുന്നു. നമ്മൾ നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, അതിനിടയിൽ നമ്മുടെ ഭൗതികമായി കൊണ്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും നമ്മൾ ചെയ്യുന്നു, പഠിക്കുന്നു. അങ്ങനെ നമ്മൾ മുഴുവനും തന്നെ പഠിച്ചു വെച്ചു. ആ കാര്യങ്ങളൊക്കെ ഭൗതികമായി കൊണ്ടുള്ള സംഗതികളൊക്കെ നമ്മൾ നടത്തി. എന്നാൽ സഹോദരങ്ങളെ, ആത്മീയമായി കൊണ്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല എന്ന് വന്നാൽ പിന്നെ ഈ ജീവിതത്തിന് എന്തൊരർത്ഥമാണുള്ളത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജീവിതത്തിന് അർത്ഥം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ചരിത്രത്തിൽ ഇത് കാണാൻ കഴിയും. ഇന്നും ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങൾ നോക്ക്. നേരം വെളുത്താൽ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനസ്സ് ഇല്ലേ? നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഹബീബായ നബിതങ്ങൾ എന്താ നമ്മളോട് പറഞ്ഞത്? കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ വേഗം എഴുന്നേറ്റ് പോവുകയില്ല, ഒന്നവിടെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ ഇതൊന്ന് പറഞ്ഞു. എന്നിട്ട് നിബിതങ്ങൾ ചെയ്തിരുന്ന ഒരു രീതി എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് അതേ ഇരുത്തം അവിടെ ഇരിക്കും. ഇരുന്നിട്ട് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് വല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദ എന്നുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് ഓതുകയാണ്. ആകാശത്തിലേക്ക് ചിന്തിച്ചോ, ഭൂമിയിലേക്ക് ചിന്തിച്ചോ, നിന്റെ ശരീരത്തിനെ കുറിച്ച് ആലോചിച്ചോ. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയിരുന്ന നീ ഇന്ന് നേരം വെളുക്കുമ്പോൾ കാലിന്റെ വേദനയാണ്, ശരീരത്തിന്റെ ഹാർട്ടിന് വേദനയാണ്, അല്ലെങ്കിൽ ആള് മരിച്ചു പോവുകയാണ്. ഞാൻ ഇപ്പൊ സ്റ്റേജിലിരിക്കുമ്പോ എന്റെ തൊട്ട അയൽവാസി സുബ്ഹാനല്ലാഹ് പെട്ടെന്ന് മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വരുന്നു. റഹ്മുർ-റഹീമായ റബ്ബ് അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു രോഗവുമില്ല, ഇന്നലെ രാത്രി വരെ ഭക്ഷണം കഴിച്ച വ്യക്തിയാണ്. ആ രൂപത്തിലുള്ള അവസ്ഥയാണ് മനുഷ്യന്റെ അവസ്ഥയുള്ളത്. എപ്പോഴാണ് മനുഷ്യൻ പോകേണ്ടി വരിക അറിയില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ അവന്റെ ലക്ഷ്യമുള്ള ഒരു ജീവിതം വേണം. ആ ലക്ഷ്യമുള്ള ജീവിതം കിട്ടുന്നത് ആത്മീയമായ മേഖലയിലൂടെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ പറഞ്ഞില്ലേ, നമ്മളോട് പറഞ്ഞില്ലേ, യാ ഖാദിമൽ ജിസ്മി കം തസ്ഖാലി ഖിദ്മതിഹി അതതുലുബു ദിബഹ മിമ്മാ ഫീഹി ഖുസ്റാനു. ഓ ശരീരത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന മനുഷ്യ, ശരീരത്തിന് നന്നായി പ്രോട്ടീൻ കൊടുക്കുന്നുണ്ട് നമ്മള് ഇല്ലേ? നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള ഒരു വയറ് എന്നൊരു സംവിധാനമുണ്ട്. അതിലേക്ക് നേരം വെളുക്കുമ്പോൾ കിട്ടുന്നത് നമ്മൾ വലിച്ചു കയറ്റുന്നുണ്ട്. ഉച്ചക്ക് വേറെയുണ്ട്, രാത്രി വേറെയുണ്ട്. അതിനിടയിൽ എന്തെല്ലാമോ പറ്റുന്നുണ്ടോ അത് മുഴുവനും നമ്മൾക്ക് കയറ്റിവിടാൻ അല്ലാഹു തആല സംവിധാനം തന്നിട്ടുണ്ട്. മോനെ, ഈ കഴിച്ച പ്രോട്ടീനുള്ള ഭക്ഷണമില്ലേ, നല്ല മട്ടൻ കഴിച്ചില്ലേ, ചിക്കൻ ഇല്ലേ, അതേ പ്രകാരത്തിൽ ബീഫില്ലേ, വേണ്ടതെല്ലാം നീ കഴിക്കുന്നില്ലേ? ഈ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഉപകാരം എന്താണ്? നിന്റെ ശരീരം നല്ല പുഷ്ടിയുള്ളതായി മാറും, നല്ല ശരീരം ആരോഗ്യമുള്ളതായി മാറും. ആ രൂപത്തിൽ നിന്റെ ഈ ജീവിതത്തില് ഈ ഒരു ശരീരത്തിന് വേണ്ടിയുള്ള ജീവിതം മാത്രമാണോ നീ കാംക്ഷിക്കുന്നത്? എന്നാൽ പരാജയം ഉറപ്പുള്ള കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കണ്ട കേട്ടോ. പരാജയം ഉറപ്പാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ സംസാരിക്കുന്ന ഞാൻ എന്റെ സംസാരം പൂർത്തീകരിക്കുമോ അറിയില്ലല്ലോ, ഇരിക്കുന്ന നമ്മൾ വീട്ടിലേക്ക് എത്തുമോ അറിയില്ലല്ലോ. ഇത്രയല്ലേ ഗ്യാരണ്ടിയുള്ളൂ മനുഷ്യന്. എന്നാൽ അത് ആ രൂപത്തിൽ ഈ ശരീരം ഇവിടെ ഇട്ടേച്ചു പോകേണ്ടി വരും. ആ ശരീരം പിന്നീട് മറ്റുള്ളവരെ കൈകാര്യം ചെയ്തുകൊണ്ട് മറമാടുന്ന രംഗമാണുള്ളത്. നിനക്കൊന്നും ചെയ്യാനില്ല. ആ സ്ഥാനത്ത് നിന്റെ ശരീരത്തിൽ അല്ലാഹു തആല തന്നിട്ടുള്ളൊരു ആത്മാവുണ്ട്. ആ ആത്മാവിന് നീ ഭക്ഷണം കൊടുത്തു. ആ
ആത്മാവിന് നീ വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും ചോദിക്കുന്നു, സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവെന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ? ഇല്ലെന്ന് പറയാൻ ഒക്കില്ലല്ലോ. കാരണം മരിച്ചങ്ങ് കിടന്നാൽ പിന്നെ എവിടെ പോയി നമ്മുടെ കാക്ക, അല്ലെങ്കിൽ എവിടെ പോയി നമ്മുടെ ഉപ്പ, അല്ലെങ്കിൽ എവിടെ പോയി നമ്മുടെ ഉസ്താദ്? ആരെയും നമ്മൾ കാണുന്നില്ല. ബോഡി പിന്നെ ആർക്കും വേണ്ടതില്ല, വേഗം കൊണ്ടുപോയി മറമാടുകയാണ്. പിന്നെ ഈ ആള് എവിടെ പോയി? സഹോദരങ്ങളെ, അതാണ് ആത്മാവ്. ആ ആത്മാവിന് വേണ്ട ഭക്ഷണം നീ സ്വീകരിച്ചോ? ആത്മാവിനുള്ള ഭക്ഷണമാണ് സഹോദരങ്ങളെ ഇൽമ്. ആത്മാവിനുള്ള ഭക്ഷണമാണ് നിസ്കാരം. ആത്മാവിനുള്ള ഭക്ഷണമാണ് ദിക്ർ, സ്വലാത്ത്, സൽക്കർമ്മങ്ങള്, ഖുർആൻ ഓതുന്നത്, അതേ പ്രകാരത്തിൽ നല്ല മനസ്സോടുകൂടെ സ്വതക്ക ചെയ്യുന്നത്. ഇതൊക്കെയും നീ ചെയ്തോ, എന്നാൽ നിന്റെ ആത്മാവ് പുഷ്ടിയുള്ളതാണ്. തങ്ങളെ പോലത്തെ തത്വജ്ഞാനികളായ ആളുകൾ പറഞ്ഞതല്ലേ സഹോദരങ്ങളെ, അതുകൊണ്ട് മോനെ, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ആത്മാവിനെ കൊള്ള എഴുന്നേറ്റോ, ആത്മാവിനെ ശ്രദ്ധിച്ചോ. ആ ആത്മാവിന് എത്ര കണ്ട് ശ്രേഷ്ഠതകൾ വാരിക്കൂട്ടാൻ നിനക്ക് കഴിയുമോ അത് നീ ചെയ്തെടുത്തോ. അങ്ങനെ നീ ആത്മാവിനെ വളരെ നല്ല പവറോടുകൂടെ നിർത്തിയാൽ, സുബ്ഹാനല്ലാഹ്, ആ ആത്മാവിന്റെ പവറാണ് സഹോദരങ്ങളെ ഇന്നലെ വരെ നമ്മൾ അനുസ്മരിച്ച ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിനെ പോലെയുള്ള ഔലിയാക്കളുടെ പവർ. വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂട ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. ഇത് ഗൗസുൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ മാത്രമുള്ള പവർ അവരുടെ ആത്മാവിനെ കിട്ടിയത് സഹോദരങ്ങളെ ഈ പവർ കൊണ്ടാണ്, ഇൽമിന്റെ ഫള് കൊണ്ടാണ്. അതാണ് ഫസ്തക്മിൽ ഫളായിലഹ വഅൻത ബിർറൂഹി ലാ ബിൽ ജിസ്മി ഇൻസാനു. നിന്റെ ആത്മാവ് എത്ര കണ്ട് ശുദ്ധമാണോ അപ്പോഴാണ് നീ മനുഷ്യനാകുന്നത്, അപ്പോഴാണ് നീ ശുദ്ധമാകുന്നത്. മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധിയുണ്ടോ, ആ ആളെ അല്ലാഹു തആല അവന്റെ ഖിദ്മത്തിന് തിരഞ്ഞെടുക്കുന്നു. ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മോനെ, നീ ഏറ്റവും വലിയൊരു സമ്പന്നനായി എന്ന് സങ്കല്പിച്ചു. നല്ല പണം നിന്റെ കയ്യിലുണ്ട്, വേണ്ടത് പറയുമ്പോഴേക്ക് കൊടുത്തു തരാൻ ഖാദിമികളുണ്ട്, എന്തും റെഡിയാണ്. ആ രൂപത്തിലുള്ള വലിയൊരു പ്രതാപിയാണെന്ന് നീ സങ്കല്പിച്ചോ. എന്നാൽ ആ പ്രതാപിയുടെ കൂടെ നടക്കാൻ നീ ആരെയാണ് കാണുന്നത്? ആരെയാണ് നീ ഏറ്റെടുക്കുക? ഏതെങ്കിലും വൃത്തികെട്ട സ്വഭാവത്തിൽ വസ്ത്രം ധരിക്കുന്നവനെ നീ കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ വേണ്ടതുപോലെ വൃത്തിയില്ലാതെ മണപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവക്കാരനാണെങ്കിൽ നിന്റെ കൂടെ നീ കൊണ്ടുപോകുമോ? ദുഷിച്ചത് മുഴുവനും ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് നീ എങ്കിൽ നിന്നെ ആ ആളെ നീ കൊണ്ടുപോകുമോ? കൊണ്ടുപോകില്ല, നിനക്കവന് വേണ്ടി വരൂല. കാരണം എന്തുകൊണ്ട്? വൃത്തിയോടുകൂടെ സംസ്കാര സമ്പന്നനായ ഒരാളെയാണ് നീ കൊണ്ടുപോവുക എങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു, ആ റബ്ബാണ് നിന്നെ സൃഷ്ടിച്ചത്. ആ റബ്ബിന്റെ ഖിദ്മത്തിനാണ് നിന്നെ വിളിച്ചത്. മോനെ, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. ഈ വിളിക്കുന്ന സന്ദർഭത്തിൽ കിടന്നുറങ്ങുന്നില്ലേ നമ്മള്? അത് പരിഗണിക്കാതെ പോകുന്നില്ലേ നമ്മള്? സഹോദരങ്ങളെ, ആ വിളി ആര് വിളിക്കാൻ വേണ്ടി പറഞ്ഞതാ? നമ്മളെ സൃഷ്ടാവ്, വെള്ളം തരുന്ന റബ്ബ്, കുടിക്കാൻ നിനക്ക് വായ തന്ന റബ്ബ്, ഇറക്കിയാൽ ആമാശയത്തിൽ ചെന്നുകൊണ്ട് വേണ്ടതുപോലെ ദഹിപ്പിച്ചു തരുന്ന റബ്ബ്, ഇതെല്ലാം ചെയ്തു തരുന്ന റബ്ബില്ലേ? ആ റബ്ബാണ് എന്റെ ഖിദ്മത്തിലേക്ക് വിളിക്കൂ അവനെ. അതിനാണ് വിളിക്കുന്നത് ഹയ്യ അലസ് സ്വലാഹ്. വിളി കേട്ടു എന്ന് സങ്കല്പിച്ചോളൂ നിങ്ങൾ. ചെന്നാൽ പിന്നീട് വുളൂ ചെയ്ത്, എങ്ങനെയെങ്കിലും പറ്റൂല, കയ്യിലും കാലിലുമുള്ള ചളികളൊക്കെ കളഞ്ഞ് നന്നായി വുളൂ ചെയ്ത് അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറും ചൊല്ലി, അതേ സഹോദരങ്ങളെ, സുജൂദിൽ കിടക്കുന്ന മനുഷ്യനെ നിങ്ങളൊന്ന് നിരീക്ഷിക്കുന്നുണ്ടോ?
ആ സുജൂദിൽ കിടക്കുന്ന മനുഷ്യനെ നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവന്ന് നോക്കൂ. ആരുടെ മുന്നിലാണ് ആ കിടത്തം? എങ്ങനെയാണ് അവൻ കിടന്നിട്ടുള്ളത്? അവന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ശറഫാക്കപ്പെട്ട അവയവമാണ് മുഖം. ആ മുഖം മണ്ണാണെങ്കിൽ മണ്ണ്, പൊടിയാണെങ്കിൽ പൊടി, എവിടെയാണോ അവിടെ മുഖത്ത് ആ മുഖം നിലത്ത് കുത്തിയിട്ട് റബ്ബിനിക്ക് സുജൂദ് ചെയ്ത് കിടക്കുന്ന ഒരു മനുഷ്യനില്ലേ, ആ മനുഷ്യന് കിട്ടിയ ഭാഗ്യം എത്രയാണ് കൂട്ടുകാരാ! വലിയ തങ്ങളാണ്, അല്ലെങ്കിൽ വലിയ ഉസ്താദാണ്, ഏറ്റവും പാവപ്പെട്ട മനുഷ്യനാണ്, ആര് തന്നെയായിരുന്നാലും ശരി, അവരത് ആ സുജൂദിൽ കിടക്കുന്നു. എല്ലാവർക്കും സുജൂദ് എന്നല്ലേ ഉള്ളൂ. ആ സുജൂദിൽ കിടക്കുന്ന മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ആ കിടത്തും? എത്ര ചിട്ടയിലാണ് ആ കിടക്കുന്നത്? സുജൂദിൽ കിടന്നാൽ പൂതി തീരുമോ സഹോദരങ്ങളെ? ഈമാനുള്ള മനുഷ്യന് സുജൂദിൽ കിടന്നാൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, റബ്ബേ എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് ഈ സമയം വരെ ഓക്സിജൻ തന്ന്, ഈ സമയം വരെ ഭക്ഷണം ഇറക്കാൻ സൗകര്യങ്ങൾ ചെന്ന് എല്ലാം തന്ന റബ്ബേ നിനക്ക് സ്തുതി. ഇത് പറയുന്ന മനുഷ്യന്റെ കൽബ് റബ്ബിലേക്ക് അങ്ങ് തിരിയുമ്പോ മുഅ്മിനീങ്ങളെ, ആ റബ്ബിനൊന്ന് ഖിദ്മ ചെയ്യാൻ, ആ റബ്ബിനൊന്ന് സാഷ്ടാംഗം നമിക്കാൻ നമുക്ക് കഴിയുന്നില്ലേ? അത് കിട്ടുന്ന ഭാഗ്യവാൻ എത്ര വലിയവനാണ്! ഇതിന് തൗഫീഖില്ലാതെ പോകുന്ന എത്രയോ ആളുകളെ കാണാം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നിസ്കാരം അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയാണ്. സുബഹിക്ക് വരെ എത്രയോ ദൂരത്ത് നിന്ന് ഞാൻ ഒരു വീട് കുറ്റിയടിക്കാൻ വേണ്ടി, സുബ്ഹാനല്ലാഹ്, എത്ര ആ കുറ്റിയടിച്ച വീടിന്റെ താഴത്തുനിന്നാണ് ഒരാൾ ജമാഅത്തിന് വരുന്നത്, ഒരാൾ നല്ല ആ ഭാഗത്തുനിന്നുള്ള പലരുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, സുബഹിക്ക് കൃത്യമായി അവരിവിടെ എത്തുന്നുണ്ട്. അതും ബാങ്ക് വിളിക്കുന്നതിന്റെ ഏതാണ്ട് 1/2-3 മണിക്കൂർ മുമ്പ് ആ ആളുകൾ ഇവിടെ എത്തി പള്ളിയിൽ ജമാഅത്തും പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുകയാണ്. എത്ര വലിയൊരു ഭാഗ്യമാണ്, എത്ര വലിയൊരു തൗഫീഖാണ്. അല്ലാഹു തആല അത് അവർക്കും നമുക്കും നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ജമാഅത്തിന്റെ കാര്യം സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളി, ആ പള്ളിയിൽ ഞാൻ മുമ്പ് പറഞ്ഞാണ്, ഇവിടെ പരിപാടികൾ നടന്നപ്പോൾ ഏത് ഉസ്താദന്മാർ വന്ന്, ഇന്നിപ്പോ എളമരത്തുള്ള ഒരു ഉസ്താദ് ഇവിടെ അസർ നിസ്കരിക്കാനുണ്ട്. അവിടുന്ന് പറഞ്ഞു, സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ വന്നിരുന്ന ഒരു റാഹത്താണ്. കാരണം ആളുകൾ മുഴുവനും തന്നെ ഖുർആൻ ഓതുന്നു, ജമാഅത്തും പ്രതീക്ഷിച്ചിട്ട് ഇരുന്നിട്ട് ഒന്നെങ്കിൽ ഖുർആൻ ഓതുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്റിലായിക്കൊണ്ട് ശൂലായിക്കൊണ്ട് കാണുന്നു. ഇത് കാണുമ്പോൾ ഇത് എവിടെയും കാണാത്തൊരു രംഗമാണ്. കാരണം ഇന്ന് അങ്ങനെയുള്ളൂ. ഈ പള്ളിയിൽ കുറച്ച് നേരത്തെ എത്തിയാൽ തന്നെ പിന്നെ അതും പറഞ്ഞുകൊണ്ട് സമയം കളയാന്നല്ലാതെ ജമാഅത്തിന്റെ ഖുർആൻ ഓതുക എന്നല്ലോ ദിക്റിലോ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഇബ്ലീസ് കഴിയുന്ന എല്ലാം ജീവിപ്പിക്കും കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് പറയണ്ട. ജമാഅത്തിനാണ്ട് കയറിയാൽ പിന്നെ നമ്മളെ എന്തെങ്കിലും ചെയ്ത വല്ല കൂലി കിട്ടുന്ന വല്ല അമലുണ്ടോ അത് മുഴുവനും പോക്കിക്കളയാൻ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാം മോൻ അവിടുന്ന് ചെയ്യിപ്പിക്കും. അത് ചെയ്യിപ്പിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അമല് പൊളിഞ്ഞു പോകുന്ന വർത്തമാനം അവിടെ നിന്ന് പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെയും വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. പള്ളിയിൽ കയറിയാൽ ഇബാദത്ത് പൊളിഞ്ഞു പോകുന്ന, അമല് പൊളിഞ്ഞു പോകുന്ന ഒരു രംഗം സൂക്ഷിക്കണം. തങ്ങളെ 9 മണിക്കൊണ്ട് എത്താന്ന് പറഞ്ഞിട്ടുള്ള എടുത്തു ഇൻഷാ അല്ലാഹ്. പറയുന്നത് അവിടെ നമ്മൾ ചെയ്യുന്ന ആ അമലുകൾ മുഴുവനും തന്നെ ഇല്ലാതെയാക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ ഇബ്ലീസ് ചെയ്യിപ്പിക്കും. ആ സമയത്ത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഇരുന്നു കൊണ്ട് നിക്കാഹിന്റെ ശാസ്ത്രമായിരുന്നാലും ശരി, മയ്യത്ത് കൊണ്ടുവന്നാലും ശരി, ഒക്കെ ദുന്യവിയായ ചർച്ചയിലേക്ക് പോകാൻ അവൻ പ്രേരിപ്പിക്കും. അവിടെ വേഗത്തിൽ വിഷയങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമായി കൊണ്ട് പറയേണ്ടതുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് വേഗം നമ്മൾ ആ വിഷയം വിടണം. എന്നിട്ട് നമ്മൾ നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരത്തിൽ വേഗം നല്ലത് അതാണ്. നിസ്കരിക്കാൻ പിന്നെ ആരും വന്നിട്ട് തോണ്ടിയാണ്ട് വർത്താനം പറയാൻ നിൽക്കുന്നു. അപ്പൊ പിന്നെ വേഗം നിസ്കരിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ നിൽക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി നോക്കുക എന്നല്ലാതെ ഞാൻ പറയുന്നത് ആ ഒരു തൗഫീഖ് കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്, ആ ഒരു രസമറിയാത്ത. അതുകൊണ്ട് തന്നെ ഔസുല്ലാദമിനെ പോലെയുള്ളതായിരിക്കുന്ന മഹത്തുക്കൾ സഹോദരങ്ങളെ ഇൽമിലൂടെ അവർ വിജയിക്കുന്നു. ആ ഇൽമിലൂടെ അവരുടെ ആത്മാവിനെ അവർ പരിശുദ്ധിയിലാക്കുന്നു. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, അല്ലാഹു തആല ഒരു പ്രത്യേക പവർ കൊടുത്തിട്ടുണ്ട്. മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാനുള്ള ഒരു കഴിവ്.
ഏതെങ്കിലും ഒരു കബർ മൂപ്പര് പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ കണ്ടാൽ ആ കബറാളിയെ നീപ്പിക്കണം എന്ന് മൂപ്പർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു കബറാളിയെ ഞാനിത് പറയുന്നതിനാണെന്നറിയോ, ഔലിയാക്കളുടെ വിഷയങ്ങൾ പറയുമ്പോൾ അതേ പ്രകാരത്തിൽ ഇൽമിന്റെ ഫളായിലുകൾ പറയുമ്പോൾ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ വിസമ്മതിക്കുന്ന ചില മനസ്സുകളുണ്ട്. ആ മനസ്സുകൾ അറിയണം എങ്ങനെയാണ് ഈ ഒരു പവറിലേക്ക് അവരെത്തുന്നത്. അതിനാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ കബറിന്റെ അരികിൽ തന്നെ നടന്നു പോയപ്പോ മൂപ്പന കബറും ഒരു ചവിട്ടിയിട്ട് പറഞ്ഞു കൊമ്പ് ഇതിനില്ല എന്ന് പറഞ്ഞു. മൂപ്പർക്ക് അപ്പൊ തോന്നിയതാണെന്ന്. അങ്ങനെ ഒരു പവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഈ രൂപത്തിൽ പിന്നെ വിളിച്ചപ്പോ കബറാളി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്തിനാണ് തങ്ങളെ എന്നെ എഴുന്നേൽപ്പിച്ചത്? അപ്പൊ പറഞ്ഞു, നീ എത്ര കൊല്ലമായി മരിച്ചിട്ട്? പറഞ്ഞു, 70 കൊല്ലമായി. 70 കൊല്ലമായി ഞാൻ മരിച്ചിട്ട്. 70 കൊല്ലമായി ഞാൻ ഹിസാബ് നേരിടുകയാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, 70 കൊല്ലമായി ഞാൻ ഹിസാബ് നേരിടുകയാണ്. സുബ്ഹാനല്ലാഹ്, 70 കൊല്ലമായി നിന്റെ ഹിസാബ് തീർന്നിട്ടില്ലേ? ഖബറിലെ ഹിസാബാ പറയുന്നത്, മഹ്ശറത്ത് വേറെയാണ്. ഖബറിൽ അങ്ങനെ ഉണ്ട്. ഖബർ എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയല്ല. അതുകൊണ്ടാണ് ഖബറിന്റെ അരിയത്ത് നിന്നിട്ട് പൊട്ടിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഖബറിന്റെ അരിയത്ത് നിന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നത് അള്ളാഹു തആല വെറുക്കുന്ന ഒരു ചിരിയാണ്. നിസ്കാരത്തിലുള്ള പൊട്ടിച്ചിരി അള്ളാഹു വെറുക്കുന്ന ചിരിയാണ്. അങ്ങനെ 3 ചിരികൾ അള്ളാഹു തആല വെറുക്കുന്ന ചിരികളുണ്ട്. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഇത് പറഞ്ഞപ്പോ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിനക്ക് എന്തായിരുന്നു പണി? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ കാട്ടിൽ പോയിക്കൊണ്ട് വിറക് ശേഖരിക്കും. ആ വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് ഞാൻ അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കും. എന്നിട്ട് ഹലാല് മാത്രമേ ഞാൻ കഴിച്ചിരുന്നുള്ളൂ. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി വീണ്ടും അത്ഭുതം പെട്ടുകൊണ്ട് ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, വെറും ഈ രൂപത്തിൽ വിറകിന്റെ കെട്ട് സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ടുവന്ന് നീ ഭക്ഷണം കഴിച്ച് ജീവിച്ചിട്ട് 70 കൊല്ലമായി നീ ഹിസാബ് നേരിടുകയാണോ? എന്തിനാണ് നിന്നെ ഹിസാബാക്കുന്നത്? ഭൂണിയായില്ലേ? 10 കൂടിയുള്ളൂ. 1-2 പിന്നെ സമ്മാനദാനം കൂടി നടക്കേണ്ടത്. തങ്ങൾ വരുമ്പോഴേക്ക് അതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഇതാണ് പറഞ്ഞ് പൂർത്തീകരിക്കാം. പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാണ് നിന്നെ ഹിസാബാക്കുന്നത്? ഞാൻ ഔലിയാക്കളുടെ പവർ പറയുമ്പോൾ, ആലിമീങ്ങളെ ഇൽമുള്ളവരുടെ സൂക്ഷ്മത പറയുമ്പോൾ അതെല്ലാം കൊച്ചാക്കി കാണുന്ന ഒരു വക്രബുദ്ധിയുള്ളതായിരിക്കും ചില ആളുകളുണ്ട്. സഹോദരങ്ങളെ, ചിന്തിക്കണം, എന്തിനാണ് നിന്നെ ഇങ്ങനെ ഹിസാബാക്കുന്നതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എന്നെ ഒരാൾ ഒരു ദിവസം വിറകിന്റെ കെട്ട് അയാളുടെ വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂലിക്ക് വിളിച്ചു. അങ്ങനെ എന്നെ കൂലിക്ക് വിളിച്ചപ്പോൾ ഞാൻ ആ രൂപത്തിൽ തന്നെ ജോലിക്ക് പോകുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, എന്റെ തലയിലുള്ള വിറകിന്റെ കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരു ഈർക്കലെടുത്തു. ആ ഈർക്കലെടുത്ത സന്ദർഭത്തിൽ എന്റെ പല്ല് കുത്താനാ ഞാൻ എടുത്ത ആ പല്ല് കുത്തി ഞാൻ അത് അങ്ങനെ തന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഞാൻ അത് ഇയാളോട് ചോദിച്ചിട്ടില്ല. ഇത് ചോദിക്കാതെ ഞാൻ അത് എടുത്തതാണ്. നിങ്ങളൊന്നോ ഞാൻ ആ പല്ലുകുത്തി എടുത്ത് പല്ലുകുത്തി. ആ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, ഞാൻ ആ തങ്ങളല്ലത് വണ്ടിയാണ് കയറ്റിട്ടാണ് തങ്ങൾ വരുന്നുണ്ട്. ഞാൻ ആ പല്ലുകുത്തി എടുത്തുകൊണ്ട് പല്ലുകുത്തി. ആ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പ് ദർസ് നടത്തിയിരുന്ന പള്ളിയിലെ സെക്രട്ടറിയാണ് ഹംസുസ്ലിയർ സൈഫോജി ഉണ്ടാ ഇങ്ങോട്ട് ഇരുന്നോളൂ. ഞാൻ അങ്ങോട്ട് വരുന്നവരെ എൻ്റെ ദർസിലുള്ള നമ്മളെ കുട്ടികളെയൊക്കെ പോറ്റിയവരാണ് അവർ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. 5 കൊല്ലം അൽഹംദുലില്ലാ പ്രായത്തോടു കൂടെ അവിടെ ദർസ് നടത്തി എല്ലാ സൗകര്യങ്ങളും നമ്മളെ കുട്ടികൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ട്
സ്വന്തം ഒരു മക്കളെ പോലെ അവരൊക്കെ ഏറ്റെടുത്ത് ഇപ്പോൾ നിങ്ങളൊക്കെ ഈ ചെയ്യുന്ന അതേ രൂപത്തിൽ അവർ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അതിൽ പലരും ഇപ്പം മരിച്ചു. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഔലിയാക്കള് അവരുടെ സൂക്ഷ്മതയും അവരുടെ പവറും നമ്മൾ പറയുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ. ഞാനിത് പറയുന്ന ഇമാമികൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇയാളോട് ചോദിച്ചപ്പോൾ അയാളുടെ മറുപടി ഇതാണ്: എന്നെ ഒരാൾ വിളിച്ചിട്ട് അയാളുടെ ആ വിറകിന്റെ ചുമട് ഞാൻ എന്റെ തലയിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ ഒരു ഈർക്കൽ എടുത്തുകൊണ്ട് ഞാൻ എന്റെ പല്ലിൽ നിന്ന് പല്ല് കുത്താൻ വേണ്ടി ഒരു ഈർക്കൽ എടുത്തു. അത് ഞാൻ അയാളോട് ചോദിച്ചിട്ടില്ല. മാത്രമല്ല അത് അങ്ങനെ തന്നെ ഞാൻ അങ്ങ് വെളിയിലേക്ക് വെറുതെ അങ്ങ് കളയുകയും ചെയ്തു. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇയാളിത് പറഞ്ഞപ്പോ ഈസാ നബി പറഞ്ഞു, ആ ഒരു കാര്യത്തിൽ അള്ളാഹു നിന്നെ ഹിസാബാക്കുന്നുവെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള നിഅമത്ത്, ആ നിഅമത്തിനെ ചെറുതായി കാണുമ്പോൾ എത്ര വലിയ അപകടകരമായ രംഗമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു തുള്ളി വെള്ളമില്ലേ എൻ്റെ മക്കളെ, രക്ഷിതാക്കളെ? അതേ, അല്ലാഹു തആല നമുക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു. ആ മഴ അല്ലാഹു തആല ഭൂമിയിലേക്ക് അതിനെ സംവിധാനിച്ച് അതിനെ സുരക്ഷിതമായി സൂക്ഷിച്ച് കിണറിലേക്ക് വെള്ളം എത്തിച്ചു തരുന്നു. അതേ, നീ കുഴൽ കിണർ കളിച്ചാൽ അതിലേക്ക് വെള്ളം തരുന്നു. സാധാ കിണറാണെങ്കിലും അതിലേക്ക് വെള്ളം തരുന്നു. ഇത് നീ കാണുന്നില്ലേ? മുഅ്മിനീങ്ങളെ, ഭക്ഷണം ആവശ്യത്തിനും അല്ലാത്തതിനും ഇല്ലേ നമുക്കിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുന്ന സംഗതികളാണ്. ഒരു വറ്റ് പോലും നമുക്ക് വെറുതെ കളഞ്ഞുകൂടാ. ആ വറ്റ് മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല പലരെയും പണിയെടുപ്പിച്ചിട്ടുണ്ട്. നമ്മളത് അറിഞ്ഞിട്ടില്ല, നമ്മളത് മനസ്സിലാക്കിയിട്ടും ഇല്ല. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരൽപ്പ സമയം ആ നൃത്തം നിന്നുകൊണ്ട് കരയുന്നു. അർഹമുർറഹീമായ റബ്ബേ, ഈ നിലക്കാണെങ്കിൽ എങ്ങനെ ഞങ്ങൾ ആഖിറത്തിൽ രക്ഷപ്പെട്ടു പോകും അല്ലാഹ്? ഈ ചിന്തയാണ് സഹോദരങ്ങളെ സൂഫിയാക്കളും അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവർ ഉൾക്കൊണ്ടുവന്നത്. അങ്ങനെയാണ് അവര് ഏറ്റവും വലിയ ഉന്നതമായ, നേരത്തെ ഞാൻ പറഞ്ഞ ആത്മാവിന്റെ പവറിലേക്ക് എത്തുന്നത്. ആത്മാവിന്റെ പവർ അവർക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതേ ബഹുമാനപ്പെട്ട തങ്ങള് രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുമ്പോ ഭക്ഷണം അതേ അല്ലാഹു തആല ഒരിക്കലും തന്നെ പൊരുത്തപ്പെടാത്ത ഒരു ഭക്ഷണം കഴിക്കാതെ ഹലാല് മാത്രം കിട്ടണമെന്നുള്ള നിർബന്ധത്തിനാൽ എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നത്. ആ തങ്ങള് അവരെ പോലത്തെ വലിയ വലിയ മഹത്തുക്കളൊക്കെയും ഈ സൂക്ഷ്മതയിലാണ് ജീവിച്ചത്. അറിയില്ലേ നിങ്ങൾക്ക്? നമ്മുടെ ഈ അടുത്ത കാലത്ത് വഫാത്തായി പോയ എത്രയോ വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാരുണ്ട്. അവരുടെ സൂക്ഷ്മത എത്രയാ! അങ്ങനെയാണ് അവർക്ക് ആ ഒരു ഫള് കിട്ടുന്നത്. അതിന് നമ്മള് അതിനെ സംബന്ധിച്ച് അറിയണം, പഠിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് പറഞ്ഞു വന്നത് ഈ നിലക്കുള്ള സംഗതികളൊക്കെ നമ്മൾ അറിയണം. അപ്പൊ പറഞ്ഞത് ആത്മീയമായി കൊണ്ട് വളരണമെങ്കിൽ അറിവ് വേണം. അറിവ് അത് നമ്മൾക്ക് എല്ലാ ഇൽമും കരസ്ഥമാക്കാൻ സാധാരണക്കാരായ നമ്മളെ കൊണ്ട് കഴിയൂല. ആ സ്ഥാനത്ത് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന സംഗതികളിൽ പ്രത്യേകിച്ച് ഈമാൻ. ആ ഈമാനിന്റെ സുരക്ഷയ്ക്ക് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അവിടെ ഒരിക്കലും തന്നെ നമുക്ക് ഒരു വൈമനസ്യം വരാൻ പാടില്ല. ഈമാനിന് ക്ഷതമേൽക്കുന്ന ഒരു ഘട്ടം വന്നാൽ ആയത്തുൽ കുർസി എഴുതി വെച്ച ഒരു കിഴി കിട്ടി ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കയ്യിൽ. സുബ്ഹാനല്ലാഹ്. ആദ്യം ഇങ്ങനെ കൊള്ളക്കാരുടെ കൂടെ നടന്നൊരു സമയമുണ്ടായി. ആ സമയത്ത് ഒരു സ്വർണത്തിന്റെ കിഴി കൊള്ള ചെയ്തുകൊണ്ട് പിടിച്ചെടുക്കുകയാണ്. കൊള്ള ചെയ്തുകൊണ്ട് പിടിച്ചെടുത്തു. അപ്പൊ പിടിച്ചെടുത്തുകൊണ്ട് നല്ല കിഴി, വലിയ കിഴി കിട്ടിയപ്പോ നല്ല സമാധാനത്തിലാക്കി. അങ്ങനെ മറ്റുള്ളവരൊക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിക്കൊണ്ട് ഇനി ഇതിൽ എന്താ ഉള്ളത് നോക്കണല്ലോ, അതിന് വേണ്ടിക്കൊണ്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ കിഴി അതിന്റെ മുകളിൽ ആയത്തുൽ കുർസി എഴുതി വെച്ചിട്ടതായിക്കൊണ്ട് കണ്ടു.
ആയത്തുൽ കുർസി എഴുതി വെച്ചതായിക്കൊണ്ട് കണ്ടു. അത് കണ്ട സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ടവർ വേഗം ആ കിഴി അങ്ങനെ തന്നെ അങ്ങ് മടക്കിയിട്ട് ഇവരോട് പറഞ്ഞത് തൊടാൻ പാടില്ല എന്ന്, അത് എടുക്കരുത്, ഇത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. എത്ര അധ്വാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കിഴി പറ്റിരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചത്. എന്നിട്ട് ഇപ്പം ഇനി ഇത് അവൻ എടുക്കാൻ പാടില്ലെന്നോ എന്താ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇദ്ദേഹം ഏതോ ഒരു ഉസ്താദിന്റെ വയല് കേട്ടിട്ടുണ്ട്. എന്താ വയലില്? ആ വയലിൽ അവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും, ആയത്തുൽ കുർസി എഴുതി വെച്ചാൽ അത് കള്ളം കട്ടുകൊണ്ടൂല. അങ്ങനെ ഉണ്ട്. ആയത്തുൽ കുർസി മന്ത്രിച്ചു വെച്ചാല്, അല്ലെങ്കിൽ ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടാവൂല എന്നുള്ളത് ചരിത്രത്തിലുണ്ട്. അതിന് വിഘാതമായി കൊണ്ട് മറ്റു വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ വല്ല കാരണങ്ങളുണ്ടാവും. പക്ഷെ ഇതിന് അപ്പോഴൊന്നും നാശം വരില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഈ മനുഷ്യൻ ഇത് കേട്ടിട്ടുണ്ട്, ഇത് കേട്ട ഈ മനുഷ്യന് ഈ ആയത്തുൽ കുർസി ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് ഇത് കട്ടുപോകൂല എന്ന ഉറച്ച വിശ്വാസത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാധനം ഇനി നമ്മൾ എടുത്തുകൊണ്ടുപോയാൽ അയാളുടെ ഈമാനിന് ക്ഷതമേൽക്കും, അയാൾക്ക് ഈ ഖുർആനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ നിലക്കുള്ള ഈ കെടിയെടുക്കേണ്ടതില്ല, അതങ്ങനെ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണം. ആളുകളുടെ സമ്പത്ത് ഞാൻ അപഹരിച്ചിട്ടുണ്ട്, പക്ഷേ ഈമാൻ അപഹരിക്കാൻ ഞാനില്ല. ഇതും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ജീവിത രീതി കാണാം. പിന്നീടാണ് തൗബ ചെയ്ത് ഔലിയാക്കളുടെ മേഖലയിലേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈമാനിന് ക്ഷതമേൽക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ അങ്ങനെ വിശ്വാസങ്ങളോ അത് നമ്മളിൽ വന്നുകൂടാ. നമ്മുടെ യുവാക്കളിലും സഹോദരങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലത്തിൽ അൽഹംദുലില്ലാഹ് ഇന്ന് ഈ കാണുന്ന ഒരു റാഹത്തും യോജിപ്പും ഒക്കെ നല്ല അന്തസ്സോടുകൂടെ നമുക്ക് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, അത് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ സൂക്ഷ്മത, അവരുടെ ആ ഒരു ദുആഇന്റെ ബറക്കത്തായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പരമ്പരകൾക്ക് ഇത് കൈമാറണം. അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മുടെ വീടുകളെ സജ്ജീകരിക്കണം. നമ്മുടെ ജീവിത രീതി അങ്ങനെ വരണം. നമ്മുടെ വീട്ടിൽ നിന്ന് അതേ ഈ മാലകളും മൗലിദുകളും ഒക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് ചൊല്ലുന്നത് നമ്മുടെ കുട്ടികൾ കാണണം, കുട്ടികൾ അറിയണം. അവരറിയുന്നതിലൂടെ അവരിലൂടെ എല്ലാവിധ ഈമാനികമായ പ്രസരണവും നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമുക്ക് എല്ലാ അർത്ഥത്തിലും വലിയ റാഹത്തും ഇസ്സത്തും അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ഇനി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ആർക്കും തങ്ങൾ എന്ന് നിങ്ങളുടെ വാഗ്ദാനം പറയുകയാണ്. പിന്നെ